ഹലോ, അസ്സലാമു അലൈക്കും. ചില ആൾക്കാരൊക്കെ എന്താ പറയുക, നൂറ് ഹബീബ് ആറ്റക്കോയ തങ്ങളെ ഒരുപാട് പേര് വിമർശിച്ച്. പക്ഷേ 29-ാം തീയതിക്കലത്തെ കല്യാണങ്ങളൊന്ന് കാണണം. എന്താ ഒരുപാട് ജനങ്ങൾ അവിടെ നിൽക്കാൻ സ്ഥലമില്ലാന്നുള്ളൂ. മനസ്സിലായോ? ഒരുപാട് ആൾക്കാർ, എത്ര വണ്ടിയാണ് വന്നുകൊണ്ടേ ഇരിക്കണം. കല്യാണം നിക്കാഹ് കഴിയണ വരെ. അതായത് എന്താ പറയുക, രണ്ട് മതസ്ഥരും ഉണ്ട്. ഇത് വേർതിരിച്ചിട്ടോ ഒന്നുമല്ല. അതൊക്കെ നിങ്ങളൊന്ന് കാണണം. നല്ല ഇതിലാണ്, സന്തോഷത്തിലെല്ലാവരും ഹാപ്പി ആയിട്ടായിരുന്നു കല്യാണം അവിടെ നടന്നിരുന്നത്. ഇത് യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിലും ഒക്കെ പൈസ കിട്ടുന്നവർക്കും വയ്ക്കുമല്ലോ. അങ്ങനെയൊക്കെ ഒരു സംഘടന ഉണ്ടാക്കി പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ. ഇതൊന്നും ചെയ്യാതെ ഇങ്ങായിട്ട് ചെയ്യുന്ന ആളെ വിമർശിക്കാനും അവരെ ഓരോന്ന് പറയാനും നടക്കണം. എന്തിനാ നിങ്ങൾ? മനസ്സിലായോ? അതിലും നല്ലതല്ലേ നമ്മളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാനാണ് നോക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വിമർശിച്ച് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയരുത്. അവരെ നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. മനസ്സിലായോ? അവരെ നല്ല മനസ്സാണ്, അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അതൊന്നും നടന്നില്ലല്ലോ. റെയ്ഡ് ചെയ്തവരെ വീട് ഒരു ചുക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ജനങ്ങൾ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. നിങ്ങൾ അന്ന് 29-ാം തീയതി ഇന്നലെ ഒന്ന് നോക്കണം. നിങ്ങൾ എന്താണ് അവിടെ വെച്ചിട്ടാണ് എത്ര ഏതൊക്കെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടിയില്ല. മനസ്സിലായോ? അതാണ് വേണ്ടത്. എല്ലാവരും നമ്മളെന്തിനും വിമർശിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആരും ഒന്നും പറയണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നല്ലതാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആര് നല്ലത് ചെയ്താലും അതിന് പിന്തുണ കൊടുക്കുക വേണ്ടി. നമ്മളതിൻ്റെ കൂടെ നിൽക്കണം. വെറുതെ ഇങ്ങനെ കാര്യമില്ലാതെ അവരങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടും വിമർശിച്ചിട്ടും ചെയ്താണ്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? നമ്മളതിൻ്റെ കൂടെ നിൽക്കണം. ഇത്രയും പെൺകുട്ടികൾ, 20 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് തന്നെ ചില്ലറന്നല്ല. നമ്മൾക്കൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോലും പറ്റണില്ല. അങ്ങനത്തെ 20 പെൺകുട്ടികളെ കല്യാണം നല്ല മാനമര്യാദക്ക് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഇനിയും അതിലും കൂടുതൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മനസ്സിലായോ? എന്തിനാ തങ്ങളെ വിമർശിക്കണ്ട. ഒരിക്കലും നമ്മളൊന്നും പറയാം, നമ്മളെക്കൊണ്ടൊന്നും നല്ല ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ചെയ്യണവരെ ഒരിക്കലും തടസ്സം ചെയ്യുക, അവരെ വിമർശിക്കുകയൊന്നും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചീത്ത പറയുന്നല്ല, നിങ്ങളെ ഒന്നും പറയല്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾക്കൊന്നും നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ വിമർശിക്കാൻ ഒരിക്കലും പാടില്ല. മനസ്സിലായോ? നമ്മൾ അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ.